ഹലോ ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ പറഞ്ഞ രഹസ്യമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. 2 മുട്ട പൊട്ടിച്ച് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടും, കുട്ടികളും വലിയവരൊക്കെ. കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആൾക്കനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും മതി. ഓട്സ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് പലഹാരമാണ് കേട്ടോ ഇത്. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, 1 കപ്പ്. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഇതേപോലെ മിക്സ് ചെയ്യണേ. കുറച്ച് ഉള്ളിത്തൂമ്പ് എടുക്കാം കേട്ടോ. വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ച് അതേപോലെ എടുക്കാനൊക്കെ സുഖമാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. പുതിനയിലാണ് കേട്ടോ. കറിവേപ്പില എടുക്കുക. കുഞ്ഞ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ചിക്കൻക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി തിരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ആവശ്യം വെച്ചിട്ടല്ലാണ്. ഇത്രയും മതി കേട്ടോ. കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. സേമിയ ചട്ടിയിൽ ഇട്ടൊന്ന് ഇങ്ങനെ മുരിച്ചെടുക്കുക. സവാള ഇട്ടെടുക്കുക കേട്ടോ. കുഞ്ഞിനായിരുന്നു സവാള ഇട്ടെടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇഞ്ചി പച്ചമുളക് ചതച്ചിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ക്യാബേജ് വെജിറ്റബിളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ആക്കിയാൽ പെട്ടെന്ന് അറിയാതെ തന്നെ കുട്ടികളൊക്കെ കഴിച്ച് പോകും കേട്ടോ. പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ അറിയാതെ അവർ കഴിച്ച് പോകും. മുതിർന്നവരായതൊക്കെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു നന്നായി വെച്ചതിന് ശേഷം ഇഡ്ഡലിച്ചെമ്പിൽ തവി വെക്കട്ടോ. എണ്ണ പുരട്ടിയിട്ട് തവി നന്നായി ചൂടായി വന്നിട്ട് വേണം കേട്ടോ മാവ് വെച്ച് കൊടുക്കാൻ. മാവ് ഒന്ന് സെറ്റായി വരണം കേട്ടോ. ആദ്യത്തെ കൊട്ട് ഒന്ന് സെറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക. അങ്ങനെ വിതറിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നോമ്പ് കഴിഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരം തന്നെ ആവും കേട്ടോ. ഹെൽത്തിയാണ്. ഈ മസാലക്കൂട്ട് നമുക്ക് ഇട്ടിങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. പുതിനയില
കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലായിടത്തും തട്ടിൻ്റെ രൂപത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി സേമിയനും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചാട്ടോ. ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മറന്നതേനും, പ്ലീസ് സോറി. ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടിച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഈർക്കിൽ വെച്ചിട്ട് കുത്തി നോക്കാം വെന്തിക്കണോ, റെഡി ആക്കണം കേട്ടോ. ബൗളിലേക്ക് മാറ്റാം. ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ, യാതൊരു കെമിക്കലും ഇല്ലാത്ത സ്കിന്ന് ഗ്ലോ ആവാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കണേ. ഇതേപോലെയാണ് നോമ്പ് തുറക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നോമ്പ് കഴിയുന്നവരെ ഇതേപോലെ കഴിച്ചാൽ മതി കേട്ടോ. കുറേ എണ്ണയിലൊന്നും മുക്കി കഴിക്കാതെ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുകയാണ് നല്ലത് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സെറ്റായി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും